ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അവിടെ അറിയിക്കും. മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ചോദ്യം. സഹായങ്ങളും മറ്റും അല്ല, അത് സർക്കാർ ആവശ്യപ്പെടണം. ആണോ? തന്നോട് ആർക്കും കെട്ടിയെടുക്കാൻ പറഞ്ഞ സംസ്ഥാന സർക്കാർ വിലയിരുത്തി ഇതാണ് ഇമ്പാക്ട് ഇത്രയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത്. ഇപ്പം വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്നു ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. നമുക്കത് പറയാനൊക്കത്തില്ല, അതിനുള്ള സമയമായിട്ടില്ല. നാട്ടുകാരുടെ വിവരക്കേട് അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം, പഠിച്ചിട്ട് പ്രതികരിക്കണം. അതിനുള്ള വിവരമൊന്നുമില്ല, എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളുടെ, അതായത് എരുതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിന് തുല്യമാണ് ഇപ്പോ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത് അതിനോടൊപ്പം നിൽക്കണം, ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം. അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ പാടായി, നമ്മൾ ഈ നാട്ടുകാരനല്ലപ്പാ. ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, അതുപോലെ ഒരു കലാകാരനായിരുന്നു. ഇപ്പൊ MP ആയിപ്പോയി. അത് ആയി കഴിഞ്ഞ് ഇപ്പം മന്ത്രിയായി. കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് നല്ലതല്ല. ശ്രീ സുരേഷ് ഗോപി അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ചീപ്പാണല്ലേ? പക്ഷെ ഇത്ര ചീപ്പാവെന്ന് കരുതിയില്ല. നിങ്ങൾക്ക് തിരിച്ചടിക്കും. കാരണം ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത്. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ, നന്നായി. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. ഇതിനോടൊപ്പം നിൽക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേണ്ട സഹായം ഈ നാടിന് വാങ്ങി കൊടുക്കുക. അത് ആര് ഭരിക്കുന്നോ ആവട്ടെ, മനുഷ്യരുടെ കാര്യമാണ്. സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൈയച്ചുള്ള സഹായം നടത്തണം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഭാര്യക്കൊരി കൊടുക്കാൻ അറിയാമായിരുന്നല്ലോ. അതല്ല ആവശ്യത്തിനല്ലേ ഇത്, പിന്നെ അനാവശ്യത്തിനാവുക. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ. അപ്പോ ഇതേപോലെ ഇത്രയും വലിയൊരു കലാമിറ്റി ഉണ്ടായ, പ്രകൃതി ദുരന്തമുണ്ടായ, അത് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വയനാടിനെ സഹായിക്കാൻ എന്താ മുന്നോട്ട് വരാത്തത്? ബ്യൂറോക്രസിയും ഉന്നതോദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടി ആയപ്പോ വെള്ളവും കിട്ടില്ല, വെളിച്ചവും കിട്ടില്ല, ഉള്ളിയും കിട്ടില്ല, ഉള്ളക്കിഴങ്ങും കിട്ടില്ല, ഉപ്പും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. വയനാടിന്റെ MP എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആയിപ്പോയതുകൊണ്ടായിരിക്കാം. അതാ കാര്യം. രാഹുൽ ഗാന്ധി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനീയനായ MP പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന്, ജനങ്ങളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കട്ടെ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.